ശീതകാല സമ്മേളനത്തിന്റെ അവസാന ദിവസമായി ഇന്ന് പാർലമെന്റിലേക്കുള്ള രാഷ്ട്രീയ ശ്രദ്ധ മുഴുവനും ഉണ്ട്. അംബേദ്കറിനെ ചൊല്ലി ഇന്ന് കയ്യാങ്കളിയിൽ വരെ എത്തിയ ഭരണ പ്രതിപക്ഷ പോരിന്റെ തുടർ ചലനങ്ങളിൽ ഇന്ന് ഇരു സഭകളും പ്രക്ഷുബ്ധമാകും. ഇപ്പോൾ വിജയ് ചൗക്കിൽ പ്രതിപക്ഷം സംഘടിപ്പിക്കുന്ന പ്രതിഷേധ മാർച്ച് ആരംഭിച്ചിരിക്കുകയാണ്. എൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് ബൽറാം നെടുങ്ങാടി ഇപ്പോൾ വിജയ് ചൗക്കിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബൽറാം, പ്രതിപക്ഷ കക്ഷികൾ എല്ലാവരും ഈ വിജയ് ചൗക്കിലെ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? എസ്.കെ.എൻ. പ്രതിപക്ഷത്തിലെ ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ പാർട്ടികളും ഇന്ന് ഈ വിജയ് ചൗക്കിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ ഈ പല വിഷയങ്ങൾ ഉന്നയിച്ചുള്ള പ്രതിഷേധങ്ങളിൽ പല പാർട്ടിയും മാറി നിന്നിരുന്നു. തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി എന്നിവർ അദാനിക്ക് എതിരായ പ്രതിഷേധത്തിൽ നിന്നും വിട്ടുനിന്നിരുന്നു. എന്നാൽ ഈ അംബേദ്കർ വിഷയം ഉന്നയിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അംബേദ്കറിനെ അപമാനിച്ചു എന്നും ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്നും രാജ്യത്തോട് മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടുള്ള ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധത്തിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും, തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും NCPയും അടക്കമുള്ള എല്ലാ പ്രതിപക്ഷ പാർട്ടികളും പങ്കെടുക്കുന്നുണ്ട്. ഈ പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം തന്നെ പ്രതിനിധികൾ വിജയ് ചൗക്കിൽ എത്തിച്ചേർന്നിരിക്കുന്നു. 10 മണിക്കാണ് ഈ സമരം വിജയ് ചൗക്കിൽ പ്രതിഷേധം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നത് എങ്കിൽ അതിനു മുമ്പായി തന്നെ നേതാക്കൾ ഇവിടെ എത്തിച്ചേരുകയായിരുന്നു. KC വേണുഗോപാലും NK പ്രേമേന്ദ്രനും അടക്കമുള്ള നേതാക്കൾ 9:50 തന്നെ വിജയ് ചൗക്കിൽ എത്തി. നിലവിൽ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ, കോൺഗ്രസിന്റെ നേതാക്കൾ വിജയ് ചൗക്കിൽ എത്തി മുദ്രാവാക്യം മുഴക്കുകയാണ്. അംബേദ്കറിന്റെ ചിത്രങ്ങളും അയാം അംബേദ്കർ എന്ന പ്ലക്കാർഡുകളുമായാണ് ഈ പ്രതിഷേധം ഇപ്പോൾ നടത്തുന്നത്. ഇന്ന് പാർലമെന്റ് വളപ്പിൽ, പാർലമെന്റിന്റെ പ്രവേശന കവാടങ്ങളിൽ എല്ലാം തന്നെ ഇത്തരത്തിലുള്ള പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും നടത്തുന്നത് കർശനമായി വിലക്കിയിട്ടുണ്ട് സ്പീക്കർ. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കഴിഞ്ഞ 19 ദിവസമായി സഭാ കവാടത്തിൽ, മകര കവാടത്തിൽ നടന്നിരുന്ന പ്രതിഷേധം ഇപ്പോൾ പാർലമെന്റിന് പുറത്തേക്ക് വന്നിരിക്കുന്നത്. പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളെ കാണാറുള്ള വിജയ് ചൗക്കിൽ നിന്നാണ് നേതാക്കൾ ഇപ്പോൾ ഇന്ന് പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നത്. 10 മണിക്ക് ഇവിടെ ആരംഭിച്ച ഈ പ്രതിഷേധം അത് പിന്നീട് പാർലമെന്റ് സമ്മേളിക്കുന്ന സമയമാകുമ്പോഴേക്കും പാർലമെന്റിനകത്തേക്ക് നീങ്ങാനാണ് പ്രതിപക്ഷത്തിന്റെ, ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. മുഴുവൻ പാർട്ടികളുടെയും നേതാക്കൾ, ഇവിടെ ഏതാണ്ട് 200ഓളം പ്രതിപക്ഷ അംഗങ്ങൾ എത്തും എന്നാണ് സഖ്യ നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. ഇവരെല്ലാം ഒരുമിച്ച് മുദ്രാവാക്യവുമായി, പ്ലക്കാർഡുകളുമായി പാർലമെന്റിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെ വിജയ് ചൗക്കിൽ തന്നെ തുടരുക. KC വേണുഗോപാൽ അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ആ വാക്കുകളിലേക്ക്. കേസൊക്കെ എടുത്തോട്ടെ, കേസിന് ഞങ്ങൾക്ക് പ്രശ്നം. 1000കണക്കിന് കേസ് എടുത്തോട്ടെ. ഇപ്പം തന്നെ 27 കേസുണ്ട്. കേസെടുത്ത് പേടിപ്പിക്കാനാണ്. വർഷ ഗൈക്വാദിന്റെ പരാതിയിൽ കേസെടുത്തോ? 2 നീതിയാണോ? രാഹുൽ ഗാന്ധിയെ കേസ് കാണിച്ചിട്ട് പേടിപ്പിക്കാൻ പറ്റില്ല എന്ന് ആർക്കും അറിയാത്തത്. അംബേദ്കറെ അപമാനിച്ചതിന് ചോദ്യം ചെയ്ത കേസാണെങ്കിൽ ആ കേസ് ഇരു കൈ നീട്ടി സ്വീകരിക്കും. അംബേദ്കറെ അപമാനിച്ചതിനായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭം തുടരും. രാഹുൽ ഗാന്ധി ചോദ്യം ചോദിച്ചപ്പോൾ അംബേദ്കറെ അപമാനിച്ചതിനായിട്ട് അമിത്ഷായ്ക്കെതിരെ സമരവുമായി മുന്നോട്ട് വന്നപ്പോൾ രാഹുൽ ഗാന്ധി ആക്ഷേപിച്ചാൽ പോകുന്ന ആളാണോ രാഹുൽ ഗാന്ധി? നിങ്ങൾ കഴിഞ്ഞ 20 വർഷമായിട്ട് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഇന്ന് ആദ്യമായിട്ടാണോ ആക്ഷേപിക്കുന്നത്? BJPക്ക് ഒറ്റ ജോലിയല്ലേ ഉള്ളൂ, രാഹുൽ ഗാന്ധി ആക്ഷേപിക്കുക. He will never behave in a violent manner. That is ingrained in him. That is ingrained in him. Obviously, this is all a distraction tactic from the main point. The main point is that Dr. Ambedkar has been insulted by the way they have spoken, and frankly, that is the way they feel. That is the truth about. Ma'am, how is the MP also making a violent? ഛേദം തുടങ്ങുന്നതിന് മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ബൽറാം നെടുങ്ങാടി, താങ്കൾ ലൈനിലുണ്ടെങ്കിൽ താങ്കൾക്ക് തുടരാം. ാണ് ഇപ്പോൾ ഈ വിജയ് ചൗക്കിൽ നടക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ നെടുങ്ങാടിയാണ്, വിജയ് ചൗക്കിലാണ് പ്രതിപക്ഷ കക്ഷികളിൽ
എല്ലാ കക്ഷികളും പങ്കെടുക്കുന്ന ഈ പ്രതിഷേധം നടക്കുന്ന BR അംബേദ്കറിനെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആക്ഷേപിച്ചു എന്ന രീതിയിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ ലോക്സഭാ വളപ്പിൽ സ്പീക്കർ വിലക്കിയത് കാരണം വിജയ് ചൗക്കിലാണ് ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. വിജയ് ചൗക്കിൽ എല്ലാ ഘടകകക്ഷികളും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. മാത്രവുമല്ല, പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിച്ചിരുന്ന പ്രതിപക്ഷത്തെ ഘടകകക്ഷികളൊക്കെ തന്നെ BR അംബേദ്കറിൻ്റെ ഇഷ്യൂവിൽ ഒന്നിച്ചായി അവരെ ഒന്നാക്കാൻ അമിത്ഷായുടെ വാക്കുകൾ ഉപകരിച്ചു എന്ന് വേണമെങ്കിൽ കരുതാവുന്ന രീതിയിലാണ് ഡൽഹിയിൽ കാര്യങ്ങളുടെ പോക്കെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മിക്കവാറും എല്ലാ ഘടകകക്ഷികളുടെയും നേതൃനിരയിലുള്ളവർ വിജയ് ചൗക്കിൽ ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി വീണ്ടും നമുക്കൊപ്പം ചേരുന്നു. ബൽറാം, ഈ പ്രതിഷേധത്തിൻ്റെ സൂചന ഏത് രീതിയിലായിരിക്കും? കഴിഞ്ഞ 19 ദിവസമായി അദാനി കോഴ വിഷയം അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ച പാർലമെന്റ് വളപ്പിനുള്ളിൽ പാർലമെന്റിലെ മകര കവാടത്തിൽ മാത്രം നിന്നിരുന്ന പ്രതിഷേധം ഇപ്പോൾ പാർലമെന്റ് വളപ്പിൽ നിന്നും പുറത്തേക്ക് പടരുകയാണ്. അതിന്റെ ഭാഗമായി ഇന്ന് വിജയത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ, ഇന്ത്യ സഖ്യ പാർട്ടികൾ ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കുകയാണ്. അംബേദ്കറിന്റെ ചിത്രങ്ങളടങ്ങിയ പ്ലക്കാർഡുകളും അംബേദ്കറിനെ പിന്തുണച്ചുകൊണ്ടുള്ള ജയ്മി മുദ്രാവാക്യങ്ങളും ആയാണ് പ്രതിപക്ഷ പാർട്ടികൾ, ഇന്ത്യ സഖ്യ നേതാക്കൾ വിജയ് ചൗക്കിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളത്. പാർലമെന്റിനകത്ത് പ്രവേശന കവാടങ്ങളിൽ പ്രതിഷേധം വിലക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസമുണ്ടായ അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ വിലക്കിക്കൊണ്ടുള്ള കർശനമായ നിർദ്ദേശം സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രതിഷേധം പുറത്തേക്ക് കടക്കുന്നത്. ഈ പ്രതിഷേധം എന്നുള്ളത് SKN സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ അദാനിക്കെതിരായ പ്രതിഷേധം അടക്കമുള്ള വിഷയങ്ങളിൽ മറ്റ് പല പ്രതിപക്ഷ പാർട്ടികളും വിട്ടുനിന്നിരുന്നു. പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ളവർ അത്തരം വിഷയങ്ങളിലേക്ക് പ്രതിഷേധം ഒതുക്കുന്നതിനെതിരെ നിലപാടെടുക്കുകയും മകര കവാടത്തിൽ നടന്ന പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഈ അംബേദ്കറിനെതിരെ ആഭ്യന്തരമന്ത്രി നടത്തിയ പരാമർശം ഇത് പ്രതിപക്ഷത്തെ ഒറ്റക്കെട്ടായി മാറ്റിയിരിക്കുന്നു. പ്രതിപക്ഷം ഒറ്റക്കെട്ടായാണ് ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിക്ക് എതിരെ പരാതി നൽകിയ വിഷയത്തിൽ അടക്കമുള്ള കാര്യങ്ങളിൽ തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും NCPയും അടക്കമുള്ള 14 പ്രതിപക്ഷ പാർട്ടികളാണ് ഒരുമിച്ച് ഒപ്പുവെച്ചുകൊണ്ട് സ്പീക്കർക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ പ്രതിപക്ഷത്തെ ഒറ്റക്കെട്ടായി മാറ്റാൻ ഈ ഒരു സംഭവം ഇടവച്ചിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒപ്പം തന്നെ പാർലമെന്റിന്റെ അകത്ത് നടന്ന ഈ പ്രതിഷേധങ്ങളും ഈ സംഭവങ്ങളും പാർലമെന്റിന് പുറത്തേക്ക് രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് കൂടി വഴിവെക്കുകയാണ്. ഇന്ന് രാജ്യവ്യാപകമായി എല്ലാ തലസ്ഥാനങ്ങളിലും ഒപ്പം തന്നെ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനുള്ള ആഹ്വാനമാണ് കോൺഗ്രസ് നൽകിയിരിക്കുന്നത്. രാജ്യവ്യാപകമായി ഈ പ്രതിഷേധം പടർത്തുക എന്ന് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. ആഭ്യന്തരമന്ത്രി നടത്തിയ പരാമർശം അത് പരമാവധി പ്രചരിപ്പിക്കുക, BJPയെ പ്രതിരോധത്തിലാക്കുക, ആഭ്യന്തരമന്ത്രിയുടെ രാജിക്ക് വേണ്ടിയുള്ള സമ്മർദ്ദം ശക്തമാക്കുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും തന്ത്രം. കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷം, കയ്യാങ്കളി എന്നിവയിലേക്ക് വിഷയം മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിക്കെതിരായ കേസും ഒപ്പം തന്നെ BJP അംഗങ്ങൾക്ക് പരിക്കേറ്റ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതടക്കമുള്ള സംഭവങ്ങളിലൂടെ വിഷയത്തിൽ നിന്നും ശ്രദ്ധ മാറി എന്ന കണ്ടെത്തി മനസ്സിലാക്കി തന്നെയാണ് വീണ്ടും ആഭ്യന്തരമന്ത്രിയുടെ രാജി എന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ട് പാർലമെന്റിന് പുറത്ത് വിജയ് ചൗക്കിൽ പ്രതിഷേധിക്കാനായി ഇന്ത്യ സഖ്യത്തിലെ പാർട്ടി നേതാക്കൾ ഒറ്റക്കെട്ടായി എത്തിയിരിക്കുന്നത്. 200ഓളം പ്രതിപക്ഷ അംഗങ്ങൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കും എന്നാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. ആ പ്രതിഷേധം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സഭ സമ്മേളിക്കുന്ന ഘട്ടമാകുമ്പോൾ മാർച്ച് ചെയ്ത് പാർലമെന്റിലേക്ക് പോവുക എന്നുള്ളതാണ് നേതാക്കളുടെ നിലവിലുള്ള തീരുമാനം. SKN ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിലെ പ്രതിഷേധം കനക്കുകയാണ്. ഡൽഹിയിലെ വിജയ് ചൗക്കിൽ പ്രതിപക്ഷ കക്ഷികൾ പ്രതിഷേധിക്കുന്നു. പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ പാർലമെൻറ്റ് വളപ്പിലെ പ്രതിഷേധങ്ങൾക്ക് ലോക്സഭാ സ്പീക്കർ വിലക്കേർപ്പെടുത്തിയ സാഹചര്യത്തിൽ അവരുടെ പ്രതിഷേധം വിജയ് ചൗക്കിലേക്ക് മാറ്റിയിരിക്കുകയായിരുന്നു. എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആഭ്യന്തര മന്ത്രി അമിത്ഷാ BR അംബേദ്കറെ കുറിച്ച് ആക്ഷേപം ഉന്നയിച്ച വാക്കുകൾ പിൻവലിച്ച് അദ്ദേഹം മാപ്പ് പറയണം എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. എന്നാൽ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അത് നിഷേധിക്കുകയാണ് ചെയ്തത്. എന്തായാലും കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ പ്രതിപക്ഷ കക്ഷികൾ തീരുമാനിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജയ് ചൗക്കിൽ ഇപ്പോൾ രാവിലെ നടക്കുന്ന പ്രതിഷേധം. അല്പം മുമ്പ് KC വേണുഗോപാലും അതുപോലെ പ്രിയങ്ക ഗാന്ധിയും NK പ്രേമചന്ദ്രനും ഒക്കെ തന്നെ ഈ പ്രതിഷേധത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി.
ഇതിനിടയിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പാർലമെൻറ്റ് സ്ട്രീറ്റിലെ പോലീസ് സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്തത്. എന്നാൽ ഈ കേസ് ഫയൽ ചെയ്തൊന്നും രാഹുൽ ഗാന്ധിയെ ഭയപ്പെടുത്താൻ നോക്കേണ്ട എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് വരുന്ന അറിയിപ്പ്. ഇത് അദ്ദേഹത്തിൻ്റെ കേസൊന്നും ഒരു പുത്തരിയല്ല. എത്രയോ കാലമായി എത്രയോ കേസുകൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഭരണപക്ഷം എടുത്തിട്ടുണ്ട്. കേസുകൾ കാണിച്ച് ഭയപ്പെടുത്താൻ കഴിയുന്ന ആളല്ല രാഹുൽ ഗാന്ധി എന്നാണ് KC വേണുഗോപാൽ അല്പം മുമ്പ് അഭിപ്രായപ്പെട്ടത്. ബൽറാം നെടുങ്ങാടി തുടരുകയാണ്. പ്രതിഷേധം കടുപ്പിക്കുമ്പോൾ ഭരണപക്ഷം അത് എങ്ങനെ നേരിടും? ബൽറാം. SKN ഇന്നത്തെ ദിവസം എന്നുള്ളത് ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. ഈ പാർലമെന്റ് സമ്മേളന കാലയളവിന്റെ ബഹുഭൂരിപക്ഷം സമയവും പ്രതിഷേധങ്ങളെ തുടർന്ന് സഭ തടസ്സപ്പെട്ടിരുന്നു. 4 ദിവസം മാത്രമാണ് കൃത്യമായി സമ്മേളിക്കാൻ കഴിഞ്ഞത്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങൾ അതൊപ്പം തന്നെ ഭരണപക്ഷവും ഈ പ്രതിഷേധങ്ങൾക്കും സഭ തടസ്സപ്പെടുത്തുന്നതിനും ഇത്തവണ കാരണമായി എന്നുള്ളതും ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഒപ്പം തന്നെയാണ് ആഭ്യന്തരമന്ത്രിക്ക് തന്നെ എതിരെ തന്നെ ഉയർന്നിരിക്കുന്ന ഈ രാജി ആവശ്യം. അത് പ്രത്യേകിച്ച് ഭരണഘടനാ ശില്പിയായ രാജ്യം മുഴുവൻ ആരാധിക്കപ്പെടുന്ന നേതാവ് ഡോക്ടർ BR അംബേദ്കറിന് എതിരെ നടത്തിയ പരാമർശത്തിന്റെ പേരിൽ അദ്ദേഹം രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ഈ സാഹചര്യം നിലനിൽക്കെ തന്നെ ഭരണപരമായ സഭയിൽ ലിസ്റ്റ് ചെയ്ത ഒട്ടേറെ ബില്ലുകൾ, ധനബില്ലുകൾ അടക്കമുള്ളവയുണ്ട്. കൂടാതെ ഏറ്റവും പ്രധാനം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള JPC അത് രൂപീകരിക്കുന്നതെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അത് ഔദ്യോഗികമായി പൂർത്തിയാകണമെങ്കിൽ, നടപ്പാക്കണമെങ്കിൽ അതിനായുള്ള പ്രമേയം ലോക്സഭയിൽ പാസ്സാക്കേണ്ടതുണ്ട്. അത് ഇന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ അംഗങ്ങളുടെ കൂടി ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഈ അംഗങ്ങളുടെ എണ്ണം വിപുലീകരിച്ച ഒരു JPC നേരത്തെ പ്രഖ്യാപിച്ച 31 പകരം 39 അംഗ JPC ആയി ലിസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതെല്ലാം യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ സഭ സമ്മേളിക്കണം, സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അത് കഴിയാത്ത സാഹചര്യം നിലവിലുണ്ട്. ഒപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഒട്ടേറെ വിഷയങ്ങളും നിലനിൽക്കുന്നു. ഒട്ടേറെ പേപ്പറുകൾ അത് സഭയുടെ മേശപ്പുറത്ത് വെക്കേണ്ടതുണ്ട്. ഇതെല്ലാം സഭ കൃത്യമായി സമാധാനപരമായി സമ്മേളിച്ചാൽ മാത്രമാകും പ്രാവർത്തികമാക്കാൻ കഴിയുക. ഇതോടൊപ്പമാണ് രാഷ്ട്രീയ വെല്ലുവിളിയായി ആഭ്യന്തരമന്ത്രിയുടെ രാജി ആവശ്യം നിലനിൽക്കുന്നത്. ഇതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടുക എന്നുള്ളതാണ് BJPയും അല്ലെങ്കിൽ ഭരണപക്ഷവും തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ, അദ്ദേഹത്തിനെതിരായ കേസ് അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി പ്രതിപക്ഷത്തിന്റെ ഈ ആരോപണങ്ങളെ, ആവശ്യങ്ങളെ പ്രതിരോധിക്കാൻ എന്ന ഒരു കണക്കുകൂട്ടൽ BJPക്കുണ്ട്. ഒപ്പം തന്നെ ഈ സഭ തടസ്സപ്പെടുന്നതടക്കമുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷത്തിനെതിരെ ഉന്നയിക്കുക എന്നുള്ളത് തന്നെയാണ് ഭരണപക്ഷം ലക്ഷ്യം വെക്കുന്നത്. സഭ ഈ 11 മണിക്ക് ഇരു സഭകളും സമ്മേളിക്കുമ്പോൾ എന്ത് നിലപാടായിരിക്കും ഭരണപക്ഷവും പ്രതിപക്ഷവും സ്വീകരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് ആയി മാറും. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം 2 സഭകളിലെയും അധ്യക്ഷന്മാർക്ക് 2 പക്ഷവും പരാതികൾ എഴുതി നൽകിയിരുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ രാജ്യസഭയിൽ BJP നാഗാലാൻഡിൽ നിന്നുള്ള BJP അംഗം, വനിതാ അംഗം നൽകിയ പരാതി അടക്കം ഉണ്ട്. കൂടാതെ ലോക്സഭയിലാകട്ടെ പ്രതിപക്ഷ നേതാവിന്റെ അവകാശം ലംഘിക്കപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിലെ 14 പാർട്ടികളും ഒപ്പിട്ട് നൽകിയ ഒരു അവകാശ ലംഘന നോട്ടീസുണ്ട്. ഇതിലെല്ലാം എന്ത് നടപടികൾ അധ്യക്ഷന്മാർ എടുക്കും എന്നുള്ളതും ഏറെ നിർണായകമാണ്. SKN. വിജയ് ചൗക്കിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് ചേർന്ന്. അല്പം മുമ്പ് വിജയ് ചൗക്കിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ട NK പ്രേമേന്ദ്രൻ്റെ വാക്കുകൾ, അതിൻ്റെ പൂർണ്ണരൂപം. അവിടെ ബോധപൂർവമായി തടസ്സപ്പെടുത്തുന്ന ഒരു സ്ഥിതിയാണ് BJPയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അങ്ങനെ കടന്നു പോകുന്ന സമയത്തുണ്ടായിട്ടുള്ള ഉന്തും തള്ളും കുറെ അധികം സംഘർഷപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും നീതീകരിക്കാൻ, ന്യായീകരിക്കാൻ, അംഗീകരിക്കാൻ കഴിയുന്ന സംഗതിയല്ല. മാത്രവുമല്ല, ബാബാ സാഹബ് അംബേദ്കറെ അപമാനിച്ചുകൊണ്ട് ശ്രീ അമിത്ഷാ രാജ്യസഭയിൽ നടത്തിയിട്ടുള്ള പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് പ്രധാനമായും ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇന്ത്യ മുന്നണി ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്, അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഈ കാര്യത്തിൽ പ്രകടിപ്പിക്കുന്നത്.